സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ അത് സന്തോഷിച്ചുകൊണ്ട് വളരെ മനോഹരമായി അത് ആഘോഷിക്കേണ്ടിയിരുന്നു. എന്നാൽ അത് ആഘോഷിച്ചതോ അർദ്ധരാത്രിയിലാണ്. 11:51 മുതൽ 12:39 ഈ വേളയിലാണ്. ഈ അർദ്ധരാത്രി എന്തിനാണ്? ഒരു സന്തോഷം നമുക്ക് കിട്ടിയാൽ അല്ലേ, ഒരു സന്തോഷ നിമിഷമല്ലേ? പകൽ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ച് നല്ലൊരു വേളയിൽ വളരെ മനോഹരമായി നാം ആഘോഷിക്കേണ്ടിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുദിന വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏകദേശം 200 വർഷം ബ്രിട്ടീഷുകളുടെ അടിമകളായി ഇതാ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ അത് സന്തോഷിച്ചുകൊണ്ട് വളരെ മനോഹരമായി അത് ആഘോഷിക്കേണ്ടിയിരുന്നു. എന്നാൽ അത് ആഘോഷിച്ചതോ അർദ്ധരാത്രിയിലാണ്. 11:51 മുതൽ 12:39 ഈ വേളയിലാണ്. ഈ അർദ്ധരാത്രി എന്തിനാണ്? ഒരു സന്തോഷം നമുക്ക് കിട്ടിയാൽ അല്ലേ, ഒരു സന്തോഷ നിമിഷമല്ലേ? പകൽ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ച് നല്ലൊരു വേളയിൽ വളരെ മനോഹരമായി നാം ആഘോഷിക്കേണ്ടിയിരുന്നു. അത്രയും വലിയ ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇവിടെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നമ്മുടെ മുന്നിൽ കേൾക്കുമ്പോഴേക്കും അതും ആഗസ്റ്റ് 15 തന്നെ എന്തിനാണ്? ഇതിൻ്റെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത്. നാം എന്തായാലും നന്നാകൂല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഈ സ്വാതന്ത്ര്യം ഈ രാത്രി ആഘോഷിച്ചത് തന്നെ. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ അറിയുന്നവർ താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. സ്വാതന്ത്ര്യം സമരത്തിൻ്റെ രഹസ്യം, അതും അർദ്ധരാത്രി, അതും ആഗസ്റ്റ് 15 തന്നെ ആകണം. മറ്റു ദിവസങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? അത് മാത്രം ഇത് ആരുടെ തീരുമാനമാണ്? എല്ലാവരും കടന്നുറങ്ങുന്ന രാത്രി, എല്ലാവരും ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് വലിയ ആഘോഷമായി അത് സ്വീകരിക്കേണ്ടിയിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ അത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം സമരത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഈ സമരത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പണ്ഡിതൻ മഹത്തുക്കൾ അവർ നടത്തിയ സമരമെന്ന് പറയുന്നത് അത്ഭുതകരമായ സമരമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 27,000 മുസ്ലിമീങ്ങളെ തൂക്കിലേറ്റ ഒരു സന്ദർഭം. എന്തിനാണിത് മുസ്ലിങ്ങൾക്ക് ഇത്രയും കഠിനമായ ശിക്ഷ ബ്രിട്ടീഷുകാർ നൽകി? അതും 27,000 മുസ്ലിമുകളെ തൂക്കിലേറ്റ് കൊന്നു. ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം? അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായത് എന്തിനാണ്? സ്വാതന്ത്ര്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്ത്യാനികൾ, എല്ലാ മതമുള്ളവനും ഇല്ലാത്തവൻ, ഇന്ത്യക്കാരായ നാം എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിച്ചപ്പോൾ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് സ്വാതന്ത്ര്യം. ഐക്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് സ്വാതന്ത്ര്യം നമ്മെ വിളിച്ചോതുന്ന വലിയ പാഠമാണ്. സ്വാതന്ത്ര്യം കിട്ടി ചില വിഭാഗത്തിലെ മാറ്റി നിർത്തുമ്പോൾ വിഷമമുണ്ട്. ഹിന്ദുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യ ചരിത്രം പൂർത്തിയാവുകയില്ല. മുസ്ലിമിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും സ്വാതന്ത്ര്യ ചരിത്രം പൂർത്തിയാവുകയില്ല. എന്നാൽ ചില ആളുകൾ അവഗണിക്കപ്പെടുന്നുണ്ട്. ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവരുടെ അത്ഭുതകരമായ വിഷയങ്ങൾ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ചെയ്ത ത്യാഗങ്ങൾ, സ്വന്തം വീട്, തൻ്റെ പൊന്നുമക്കൾ, തൻ്റെ പേരക്കുട്ടികൾ വരെ സമർപ്പിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യം നേടിയത്. എന്നിട്ടോ അവസാനം രാത്രിയിൽ അത് ആഘോഷിക്കേണ്ടി വന്നു. ഇതിൻ്റെ രഹസ്യം പറയുന്നതിന് മുമ്പ്
വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയ് ഹിന്ദ് അല്ലേ, ഈ ഒരു മുദ്രാവാക്യം നാം എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഈ മുദ്രാവാക്യം വിളിച്ചത് നേതാജി അല്ലെ, സുഭാഷ് ചന്ദ്ര ബോസ്. ഇതിന് സൃഷ്ടിച്ച ആളാരാണ്? നോക്കി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം 1757 ജൂൺ 23 ഇതിൻ്റെ ഒരു തുടക്കം, ഉദ്ഘാടനം ആരാണ് കുറിച്ചത്? സിറാജുദ്ദൗല. പ്ലാസി കഥനം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്ലാസി കഥനത്തിന് തുടക്കം കുറിച്ചത് തന്നെ സിറാജുദ്ദൗല. ആരാണ് സിറാജുദ്ദൗല? ഒരു മുസ്ലിമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് അവഗണിക്കപ്പെടുന്നുണ്ട്. 1764 ഒക്ടോബർ 22 ബാക്സർ കഥനമുണ്ടായി. ആ ബാക്സർ കഥനം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉണ്ടായപ്പോൾ ഇതിനും നേതൃത്വം നൽകിയതാരാണ്? ഒരു മുസ്ലിമാണ്. ഷാ ആലം രണ്ടാമനായിരുന്നു. പിന്നെ നോക്കൂ, 1764 മുതൽ 1799 വരെ നീണ്ട 35 വർഷം, 4 മഹായുദ്ധങ്ങൾ. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ഒരു ഉപ്പയും ഒരു മകനുമാണ്. ആരാണ് ഉപ്പ? ഹൈദർ അലി. ആരാണ് മകൻ? ടിപ്പു സുൽത്താൻ അല്ലേ? തൻ്റെ 2 മക്കളെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബലി നൽകേണ്ടി വന്നു എന്നുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിൻ്റെ 2 മക്കൾ, ഒരു മകൻ മിർസ മുഈനുദ്ദീൻ, അതുപോലെ മിർസ മുഹമ്മദ് സുൽത്താൻ എന്ന് പറയുന്ന 2 മക്കളെ ബന്ദിയാക്കി. എന്തിനാണ് ഇവരെ ബന്ദിയാക്കാനും അവസാനം ഷഹീദാകാനൊക്കെ കാരണമായത്? ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവരെ സമർപ്പിച്ചതെന്ന് നാം ഓർക്കേണ്ടതുണ്ട് അല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടിയിൻ്റെ പിന്നാലെ ഉണ്ടായ ആ ബന്ധനം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ ചരിത്രങ്ങളെല്ലാം വളരെ കൃത്യമായി നമുക്കറിയാം. അത് ആവർത്തന വിരസത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിലോട്ട് പ്രവേശിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ, പണ്ഡിതന്മാരുടെ ചില പ്രസ്താവനകൾ കേൾക്കാതിരിക്കുമ്പോൾ സങ്കടമുണ്ട്. വലിയ പണ്ഡിത മഹത്തുക്കൾ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹുവിനെ പോലോത്ത, ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയെ പോലോത്ത, മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെ പോലോത്ത, അഹമ്മദ് ഇർഫാൻ, ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുസ്ലിമുകൾക്കിടയിൽ ഫത്വ പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, അവരെ പ്രചോദിപ്പിച്ചെടുത്തു. ഇവർക്ക് അങ്ങനെ ഒരുപാട് പേരുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം. പരിശുദ്ധമായ ദീനിൻ്റെ ഫത്വ, സ്വാതന്ത്ര്യം, സമരം, അത് വലിയ ഒരു മഹത്വമുള്ളതാണ് എന്ന് ജനങ്ങളെ പ്രചോദിപ്പിച്ച് അവരെ ആവേശഭരിതരാക്കിയെടുത്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. 1800 അല്ലേ, 1800 ധമ്പൽ കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി വളരെ ധീരതയോടുകൂടി മുന്നോട്ട് വന്നതാരാണ്? ഷേഖ് അബ്ദുറഹ്മാൻ. ആരാണ് ഷേഖ് അബ്ദുറഹ്മാൻ? ഒരു മുസ്ലിമല്ലേ? അദ്ദേഹം പൊരുതിന്ന് മാത്രമല്ല, അദ്ദേഹം അടക്കമുള്ള 300 ആളുകളാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ഷഹീദായത്. നമുക്കറിയാം ചരിത്രം. ഇത്രയെല്ലാം ഓരോരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നാം കരഞ്ഞു പോകും. മുസ്ലിമുകൾ ചെയ്ത ത്യാഗങ്ങൾ അത്ഭുതമായിരുന്നു. അവർ തൻ്റെ മക്കളെന്ന് നോക്കാതെ തൻ്റെ കുടുംബം, ഭാര്യയും എല്ലാം ഈ സ്വാതന്ത്ര്യ സമരത്തിന് സമർപ്പിച്ചു. അർദ്ധരാത്രിയാകുമ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം, അതും ആഗസ്റ്റ് 15 തന്നെ ആകണം അല്ലേ? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓരോ രഹസ്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അല്ലേ? ചലോ ദില്ലി ഹിന്ദുസ്ഥാൻ അമാരേഹ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹദൂർ ഷാ
1857 അതാണല്ലോ അധികൃതമായി സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായ ഔദ്യോഗികമായ ഒന്നാം പോരാട്ടമെന്ന് പറയുന്നത് 1857 പോരാട്ടമാണ്. അതാണ് ഔദ്യോഗികമായ പോരാട്ടം ചരിത്രകാരന്മാർ പറയുമ്പോൾ. ഇതിനും നേതൃത്വം നൽകുന്നത് ഒരു മുസ്ലിമാണ്, ബഹദൂർ ഷാ സഫർ അല്ലേ. ചലോ ദില്ലി അല്ലേ, ഹിന്ദുസ്ഥാൻ അമാരഹ, ഹിന്ദുസ്ഥാൻ നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവുമായി ബഹുമാനപ്പെട്ട ബഹദൂർ ഷാ സഫർ, അദ്ദേഹത്തിന് ഈ സമരത്തിന് പോയില്ലായിരുന്നുവെങ്കിലോ അരമണയിൽ സുഖിച്ച് സന്തോഷിച്ച് അതൊക്കെ കഴിയാമായിരുന്നു. അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ ചെറുതാണ്, അദ്ദേഹം അനുഭവിച്ചത് ചെറുതാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 1930 ലണ്ടനിൽ നടന്ന ഒറ്റമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോയതാരാണ്? അതും ഒരു മുസ്ലിമാണ്, മുഹമ്മദ് അലി ജൗഹർ. ടിപ്പു സുൽത്താൻ ഇവരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുകയാണ്. ടിപ്പു സുൽത്താൻ ആരാണ് അല്ലേ? മസ്ജിദ് ജാമിയ ഉദ്ഘാടനം വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടന്നില്ലേ? എല്ലാം നടന്നു. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ആരാണ് സ്വാഗതം പറയേണ്ടത്, ആരാണ് മുഖ്യപ്രഭാഷണം, എല്ലാമായി. ആരാണ് പള്ളി ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇല്ല. ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിന് ചോദിക്കുന്നു, പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ഇന്നേവരേക്കും നിസ്കാരം ഖളാക്കാത്തവരെന്നല്ല, ഇമാം ജമാഅത്ത് തെറ്റിക്കാത്തവർ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അവർ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന്. ആരുമില്ല സദസ്സിൽ. പിന്നെ മഹാനവറുകൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ഇമാം ജമാഅത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ കൃത്യമായിരുന്നു. ഇവർ സയ്യിദാണോ അല്ലെങ്കിൽ ആലിമീങ്ങളാണോ ഉസ്താദന്മാരാണോ? അല്ലല്ലോ. മുഹമ്മദ് അലി ജൗഹർ ഇവരാരാണ് ഈ രീതിയിൽ വളർത്തിയത്? അവരുടെ മാതാപിതാക്കളാണ്. മുഹമ്മദ് അലി ജൗഹർ ബാരിസ്റ്റർ പഠിക്കാൻ വേണ്ടി പോയ സംഭവം നോക്ക്. ഉമ്മ ആ മകൻ ധരിച്ച ആ തുർക്കി കോട്ടിൽ ഒരു തുവാല കൊടുത്തുകൊണ്ട് പറയുന്നു, മോനെ നീ പഠിക്കാൻ പോകുന്നത് പാശ്ചാത്യൻ നാട്ടിലേക്കാണ്. ഒരിക്കലും പാശ്ചാത്യൻ സംസ്കാരം നിൻ്റെ കടന്നുകൂടുകയാണെങ്കിൽ ഈ തുവാലം എടുക്കണം പോലെ, നിൻ്റെ നാസാധ്വാരത്ത് വെക്കണം. ഈ തുവാലയിൽ ഉമ്മയുടെ കണ്ണുനീരിൻ്റെ ഉപ്പുനീര് വെള്ളം ഇതിലുണ്ട്. എന്നാൽ ചെറിയ എത്തിയമായിരിക്കുമ്പോൾ നിന്നെ ഹാഫിളാക്കി. എന്നിട്ടോ നീ ഒരു നല്ല ആളാകാൻ വേണ്ടി ഉമ്മ പ്രാർത്ഥിച്ച ഉമ്മ അങ്ങനെ നിന്നിൽ കടന്നു വരികയാണെങ്കിൽ അത് നിന്നിലേക്ക് ഓർമ്മ വരണം അല്ലേ? ആ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ ദീനിയായി വളർത്തി. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആ മക്കളെ സമർപ്പിച്ചു അല്ലേ? ജയിലറയിൽ പോയിട്ട് എന്താ പറഞ്ഞത്? തൻ്റെ 2 മക്കളോട് പറഞ്ഞു, മക്കളെ ഒരിക്കലും പതരരുത്. സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോട്ടാണ്, പിന്നോട്ടില്ല. നിങ്ങൾ എൻ്റെ മുലപ്പാലിൻ്റെ വ്രണം തീരണമെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങരുത് എന്നുള്ള ആ പ്രചോദനം ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തൻ്റെ പൊന്നുമക്കൾക്ക് നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1831 നടന്ന യുദ്ധം, അതിനും നേതൃത്വം നൽകുന്നത് സയ്യിദ് അഹമ്മദ് റളിയല്ലാഹു അൻഹു. നോക്കൂ, ഒരുപാട് യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനൊക്കെ മുൻപന്തിയിൽ നിന്നവർ ഇവരൊക്കെയാണ്. ജയ് ഹിന്ദുള്ള ഈ പ്രഖ്യാപനം സൃഷ്ടിച്ച് തന്നെ ആരാണ്? അതും ഒരു മുസ്ലിമാണല്ലേ? ഹാബിദ് ഹസൻ സഫ്രാനി അല്ലേ? സാറേ ജഹം സഹച്ച ഇതാരാണ്? മുഹമ്മദ് ഇഖ്ബാൽ അല്ലേ? ഇൻഖിലാബ് സിന്ദാബാദ്. ഈ പ്രഖ്യാപനവുമായി വന്നത് ആരാണ്? ഈ പ്രഖ്യാപനം പറഞ്ഞ് ഭഗത് സിംഗിന് പ്രചോദനം നൽകിയത് ആരാണ്? ഒരു മുസ്ലിമാണ്. മൗലാന ഹസ്രത്ത് മോഹാനി എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു വന്ന വിഷയം
സ്വാതന്ത്ര്യ സമരം അർദ്ധരാത്രിയിൽ ആഘോഷിച്ചത് എന്തുകൊണ്ട് എന്നാണ്. ഇന്ത്യയെ പ്രതിനിധിയായിരുന്ന ബ്രിട്ടൻ ഏൽപ്പിച്ച പ്രതിനിധിയായിരുന്നല്ലോ മൗണ്ട് ബാറ്റാൻ പറയുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇനി ഇന്ത്യക്കാർ ഭരിക്കാൻ പോകുന്ന ഒരവസരം വരാൻ പോകുന്നുണ്ട്, ഇന്ത്യക്കാർക്ക് അവരുടെ ഭരണം അവരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം വന്നു. ഇത് ആഹ്ലാദകരമായൊരു പ്രഖ്യാപനമാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ഈ പ്രഖ്യാപനം വളരെ ഈ പ്രഖ്യാപനം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് പത്രപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്, മാധ്യമപ്രവർത്തകന്മാരുണ്ട്. ലണ്ടനിലെ മാധ്യമപ്രവർത്തകന്മാരുണ്ട്, ഇന്ത്യൻ മാധ്യമപ്രവർത്തകന്മാരുണ്ട്. ഇത് കേട്ട ഉടനെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഒരു തീയതി ഉണ്ടാവല്ലോ. ക്ലെമന്റ് ആറ്റിൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ ബ്രിട്ടൻ പ്രധാനിയാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ ഇലക്ഷനിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ആ ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ചു. ആ സമയത്താണ് മൗണ്ട് ബാറ്റാൻ എന്ന് പറയുന്ന ജനപ്രതിനിധി, ഇന്ത്യ രാജപ്രതിനിധിയായ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നുള്ള ഈ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്നാൽ അതിനൊരു തീയതി ഉണ്ടാകുമല്ലോ, ആ തീയതി പറയാമോ എന്ന് ചോദിച്ചു. തീയതി പറയാമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തീയതിയൊക്കെ തീരുമാനിച്ചു വന്നിരുന്നില്ല. അദ്ദേഹം ആലോചിച്ചു. ഉടനെ അദ്ദേഹം ഒരു തീയതി പറഞ്ഞു, ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ഒരു തീയതി പറയാനുള്ള കാരണം എന്തറിയോ? ഈ തീയതി കേട്ട ഉടനെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നു, ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഇത് നമ്മുടെ നാട്ടിലുള്ള ജ്യോത്സ്യന്മാരിലേക്കും ഈ വാർത്ത പടർന്നു. ജ്യോത്സ്യന്മാരിലേക്ക് ഈ വാർത്ത പടർന്നപ്പോഴേക്കും ഇവിടുത്തെ ജ്യോത്സ്യന്മാർ അതാ സദ്ദക്കൊടഞ്ഞെഴുന്നേറ്റു. അവർ പറഞ്ഞു, ആഗസ്റ്റ് 15 ശേഷമുള്ള ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല, അത് മാറ്റണം എന്നായിരുന്നു. അങ്ങനെ ഗാന്ധിജി അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ അത് മാറ്റാനുള്ള ശ്രമവുമായിട്ട് അത് മൗണ്ട് ബാറ്റൻ്റെ അടുക്കൽ പോയി ഒരു ഒറ്റമേശ മീറ്റിങ്ങിൽ അവർ അത് മാറ്റാൻ വേണ്ടി അഭിപ്രായം പറയുകയാണ്. മൗണ്ട് ബാറ്റാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനിത് വളരെ ലക്കിയായ നല്ലൊരു ദിവസമായിരുന്നു. കാരണം ലോകം രണ്ടാം മഹായുദ്ധത്തിൽ ജപ്പാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ട വന്ന ഒരു സന്ദർഭമുണ്ടായ ദിവസമാണ്. അദ്ദേഹം അത് വലിയ ആഘോഷ ദിവസമായി കണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇന്ത്യക്കാർ ഈ അന്ധവിശ്വാസത്തിനെ തൊട്ട് ഒരിക്കലും അവർ പിന്മാറുകയില്ല എന്ന്. അവസാനം അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞില്ല, ആഗസ്റ്റ് 15 തന്നെയാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. ഇതിനെന്ത് ചെയ്യും? ജ്യോത്സ്യന്മാർ പറയുന്നതോ ഒരു സ്വാതന്ത്ര്യമല്ലേ കിട്ടുന്നത്, നല്ലല്ലാത്ത ദിവസങ്ങൾ 15ക്ക് ശേഷം നല്ല ദിവസങ്ങളല്ല, 15 നല്ല ദിവസമല്ല, ആ ദിവസത്തിന് ഇതെങ്ങാനും കിട്ടിയാൽ അത് വലിയ അപകടമാണ് എന്ന് പറയുന്നുണ്ട്. അവ സംസാരിച്ച് ഇത് ശരിയാക്കാൻ നോക്കുമ്പോൾ അദ്ദേഹമാകട്ടെ അതിനെ അനുവദിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞു അത് ആഗസ്റ്റ് 15 തന്നെ നൽകുമെന്നാണ്. ആ സമയത്ത് ജ്യോത്സ്യന്മാർ കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. എന്തറിയോ? ബ്രിട്ടനിൽ അതായത് ഒരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലോ പകൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് അർദ്ധരാത്രി 12 മണിയാകുമ്പോഴേക്കും ബ്രിട്ടനിൽ 1ാമത്തെ ദിവസം തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായ ദിവസം ആഗസ്റ്റ് 15 നമുക്കാണെങ്കിൽ ആഗസ്റ്റ് 14 അപ്പോൾ ഈ 2 ദിവസം ഇങ്ങനെ ആകുമ്പോഴേക്ക് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് അവസാനം 11:51 നോക്കണം സമയം, പിന്നെ 12:39. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി ഇങ്ങനൊരു സമരം, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആഘോഷമുണ്ടായത്.
ഇതൊരു അന്ധവിശ്വാസത്തിലൂടെ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളെ കൂടിക്കൂടി വരികയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമാണ് ആഗസ്റ്റ് 15 എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് വലിയ അനുഗ്രഹം. കാരണം ആ ജപ്പാൻ്റെ സൈനികന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടിയുറപ്പിക്കേണ്ട വന്ന ഒരു ദിവസം കൂടിയാണ്. അദ്ദേഹം അതിൽ പിന്മാറുന്നില്ല. പിന്നെ അവസാനം രാത്രി തന്നെ അത് തീർമാനിക്കേണ്ടി വന്ന് 12:39 ആകുമ്പോഴേക്കും ആ ഒരു പരിപാടി അവസാനിക്കുന്ന ഒരു സാഹചര്യം വളരെ വിശാലമായ ചരിത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ബഹദൂർ ഷാ ജഫർ അത്ഭുതമാണ്. അദ്ദേഹം 1857 നടന്ന യുദ്ധത്തിൽ 27,000 മുസ്ലിമുകളെ തൂക്കിലേട്ട ഒരു സംഭവം വളരെ ദുഃഖകരമാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ശിക്ഷ മുസ്ലിമുകൾക്ക് നൽകാൻ കാരണം? ഇങ്ങനൊരു ശിക്ഷ മുസ്ലിമുകൾക്ക് നൽകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സ്വാതന്ത്ര്യം, സമരം എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിമുകളുടെ കുതന്ത്രമാണ് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. പിന്നെ ശത്രുക്കൾക്ക് അത് കുതന്ത്രമായി തന്നെ കാണുമല്ലോ. ശത്രുക്കൾ പറഞ്ഞത് മുസ്ലിമുകളുടെ കുതന്ത്രമാണ്, എല്ലാത്തിനും മുസ്ലിമുകളാണ്. അങ്ങനെ 27,000 മുസ്ലിമീങ്ങൾക്ക് അതായത് തൂക്കിൽ ഏറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 27,000 മുസ്ലിമീങ്ങൾ. ബഹദൂർ ഷാ ജഫർ ജയിലറയിൽ കഴിയുകയാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഒരു നല്ല സമ്മാനത്തിൻ്റെ പൊതിയുമായി കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്, സ്വീകരിക്കണമെന്ന്. അദ്ദേഹം ആ സമ്മാനം ഏറ്റു, വളരെ പ്രതീക്ഷയോടുകൂടി ഏറ്റു. സുബ്ഹാനല്ലാഹ്, ആ സമ്മാനം ബഹദൂർ ഷാ ജഫർ തുറന്നു നോക്കുമ്പോൾ തൻ്റെ 2 മക്കളുടെ ശിരസ്സായിരുന്നു അതിൽ. ഛേദിക്കപ്പെട്ടവരെ കൊന്ന് അവരുടെ ശിരസ്സുകളെ ഛേദിച്ച് ആ ശിരസ് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അതാ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് കൊണ്ടുപോയി വെച്ച്. നോക്കൂ എത്രത്തോളം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ ജഫറിനിക്ക് അതായത് എത്രത്തോളം ചിത്രഹിംസ നൽകിയെന്നതിന് ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ട അധ്വാനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഫലമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടമെന്നുള്ളത്. ഇത്രയും ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പൊരുതി നേടിയ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമുകൾ അവഗണിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ചരിത്ര താളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ പോയാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് കൂടിപ്പോയിരിക്കുന്നു. ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ കരഞ്ഞു പോകും. അത്രയ്ക്കും ത്യാഗം ചെയ്തവരാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്ക്. ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച മഹാരഥന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, ഉലമാക്കൾക്ക് സേവക് ഇ ഹിന്ദ് എന്നുള്ള ആ ഒരു പദവി നേതാജി സുഭാഷ് ചന്ദ്രബോസ് നൽകിയത് ആർക്കാണ്? ഒരു മുസ്ലിമാണ് അല്ലേ? ഹബീബ് ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് നൽകി. എന്തുകൊണ്ട്? സാമ്പത്തികമായ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ 50 ലക്ഷം മുസ്ലിമുകൾ സ്വരൂപിച്ച് അതിൽ 30 ലക്ഷം ഒരു വ്യക്തി മാത്രം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നൽകി. അദ്ദേഹത്തിന് ആ പദവി നൽകപ്പെട്ടു. അങ്ങനെ ഒരുപാട് സംഭവ കഥകളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടും മുസ്ലിങ്ങളെ വിസ്മരിക്കുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോയിൽ സംസാരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.